So, എല്ലാവർക്കും good evening. Today we are going to deal with the sources of homeopathic drugs. അപ്പോൾ ഈ സോഴ്സസിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ പഠിക്കുന്ന രീതിയിലായാലും അതുപോലെ തന്നെ എക്സാമിൻ്റെ രീതിയിലായാലും അതുപോലെ തന്നെ മെഡിസിൻ കൊടുക്കുന്ന രീതിയിലായാലും അതുപോലെ തന്നെ. സോ ബേസിക്കലി നമുക്ക് എത്ര സോഴ്സ് ഉണ്ട്? ആരെങ്കിലും ഒന്ന് പറയോ, നമുക്ക് എത്ര സോഴ്സ് ഉണ്ട്? 7. ഒരു 7 ആയി. ഇടയ്ക്ക് പറഞ്ഞത് ആരായിരുന്നു? ഓക്കെ, 7 സോഴ്സ് ഏതൊക്കെയെന്ന് പറയാമോ? So the source are vegetable, Animal, mineral, controlled, controlled, compound traveler, synthetic source. ഓക്കെ, ഇതാണ് നമ്മളെ മെയിൻ സോഴ്സ്. ഓക്കെ, സോ ഇതിൽ തന്നെ വെജിറ്റബിൾ കിങ്ഡം അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡത്തിനാണ് ഏറ്റവും കൂടുതൽ മെഡിസിൻസ് ഉള്ള ഒരു സോഴ്സ്. സോ ദ മെയിൻ സോഴ്സ് ആർ വെജിറ്റബിൾ, അനിമൽ, മിനറൽ, നോസോട്സ്, സാർക്കോട്സ്, ഇമ്പോർട്ടബിളി ആൻഡ് സിന്തറ്റിക് സോഴ്സ്. ഇന്ന് നമ്മൾ വെജിറ്റബിൾ കിങ്ഡം മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ ആ പഠിക്കുന്നത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം വെജിറ്റബിൾ കിങ്ഡത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. So plant kingdom. About 60% of our homeopathic medicines are prepared from plant kingdom. അപ്പോൾ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ആ പ്ലാന്റിന് പല പല പാർട്ടുണ്ടല്ലേ. അതിനൊരു സ്റ്റെം ഉണ്ട്, ഒരു റൂട്ടുണ്ട്, ലീഫുണ്ട്, ഫ്ലവർ ഉണ്ട്. പിന്നെ വലിയ ചെടികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വുഡുണ്ട്, ബാർക്കുണ്ട്, അങ്ങനെ പല പല പാർട്സ് ഉണ്ട്. അപ്പോൾ ചില പ്രത്യേക പാർട്ടിൽ നിന്നുമാണ് ചില പ്രത്യേക മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ സോഴ്സാണ്. ഓക്കെ, സോ വെജിറ്റബിൾ കിങ്ഡം ഇറ്റ് ഇൻക്ലൂഡ്സ് the whole plant. It includes the different parts of the plant is used. Whole plant, roots, fresh or dried, then stems, leaves, flowers, fruits, seeds, bark, algae and fungi. ഇത്ര സംഭവങ്ങളാണ് നമ്മളിന്ന് മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്ലാന്റ് സോഴ്സ് എന്ന് തന്നെ പറയുമ്പോൾ അത് ആ പ്ലാന്റ് മൊത്തത്തിലാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് മാത്രമാണോ എടുക്കുന്നത്? റൂട്ട് എടുക്കുന്നതിലും പ്രത്യേകത ഉണ്ട്. റൂട്ട് ഫ്രഷ് ആയിട്ട് ഉള്ള റൂട്ടാണോ എടുക്കുന്നത്, അതേ ഡ്രൈ റൂട്ടാണോ എടുക്കുന്നത്? ദെൻ ദ സ്റ്റെംസ് ആൻഡ് ലീവ്സ്, ദെൻ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് വിത്ത് സീഡ്സ്. ഫ്രൂട്ട്സ് ചിലതിൽ വെറും ഫ്രൂട്ട്സ് ആയിരിക്കാം, ചിലതിൽ ഫ്രൂട്ട്സ് വിത്ത് സീഡ്സ് ആയിരിക്കാം, ചിലത് ഡ്രൈ സീഡ്സ് ആയിരിക്കാം, ചിലത് ബാർക്കായിരിക്കാം. ബാർക്കിൽ തന്നെ ഇന്നർ ബാർക്ക് കാണും, ഔട്ടർ ബാർക്ക് കാണും. ചിലത് വുഡായിരിക്കും. പിന്നെ ആൽഗയുടെ ഡിഫറെൻറ്റ് സോഴ്സ്, ഫംഗയുടെ ഡിഫറെൻറ്റ് സോഴ്സ്. ഇതൊക്കെയാണ് ഈ വെജിറ്റബിൾ കിങ്ഡമിൽ പറയുന്ന മെയിൻ സോഴ്സ്. സോ ഇത് കിങ്ഡത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇതൊന്നും ഒരിക്കലും ചോദിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട്, നമ്മൾ ആ പ്ലാന്റ് കിങ്ഡത്തിന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ക്രിപ്റ്റോഗാമയും ഒന്ന് ഫെനിറോഗാമയും. ആ ക്രിപ്റ്റോഗാമയുടെ സബ് കിങ്ഡമാണ് താലോഫൈറ്റ്, ബ്രയോഫൈറ്റ്, പെട്രോഫൈറ്റ്. ആ താലോഫൈറ്റിൻ്റെ അകത്ത് വന്നതാണ് ആൽഗയും ഫംഗയും ലൈക്കൻസും. പിന്നെ ആൻജിയോസ്പെർമയുടെ അകത്ത് വന്നതാണ് മോണോകോട്ടിലിഡൻസും ഡൈകോട്ടിലിഡൻസും. ഇത് ജസ്റ്റ് പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ഹോൾ പ്ലാന്റ്. ഹോൾ പ്ലാന്റ് വിത്തൗട്ട് റൂട്ട്സ്. അപ്പം ഒരു പ്ലാന്റിനെ ഇപ്പം നമ്മൾ ആൽഫാൽഫ ടിഞ്ചർ സ്ഥിരം കൊടുക്കുന്ന ഒരു മെഡിസിനാണ് അല്ലെ. ആൽഫാൽഫ ടിഞ്ചർ ഇപ്പോൾ ഫാർമസിസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അങ്ങനെ അപ്പറ്റേറ്റ് കുറവാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എഴുതി വിടുന്ന ഒരു മെഡിസിനാണ് ആൽഫാൽഫ. ഓക്കെ, ആൽഫാൽഫ ടിഞ്ചർ ഫോമിലും സിറപ്പ് ഫോമിലും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ആൽഫാൽഫ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ, ആൽഫാൽഫ എടുത്തതിന് ശേഷം അതിൻ്റെ മൊത്തത്തിൽ പ്ലാന്റ് മൊത്തത്തിൽ എടുത്തിട്ട് അതിൻ്റെ റൂട്ട് ഒഴികെയുള്ള പാർട്ടാണ് എടുക്കുന്നത്. സോ ഹോൾ പ്ലാന്റ് വിത്തൗട്ട് റൂട്ട്സ്. ദ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ആൽഫാൽഫ, ലൊബീലിയ, ഒസിമം സാൻഡം, റാനിഗുലസ് സ്ക്ലീറേറ്റസ്. ഒസിമം സാൻഡം എന്ന് പറഞ്ഞാൽ തുളസിയാണ്. ദെൻ ലൊബീലിയ ഇൻഫ്ലേറ്റ ഇന്ത്യൻ ടൊബാക്കോൻ്റെ ഒരു വെറൈറ്റിയാണ്. ദെൻ റാനിഗുലസ് സ്ക്ലീറേറ്റസ്. 2 വെറൈറ്റി റാനിഗുലസ് ഉണ്ട്, ഒന്ന് ബൾബോസസ് ഉണ്ട്, ഒന്ന് സ്ക്ലീറേറ്റസ് ഉണ്ട്. സോ ഹോൾ പ്ലാന്റ് വിത്തൗട്ട് റൂട്ട്സ്, അതാണ് ആൽഫാൽഫ,
lobelia, osmum, xanthan and ranunculus scleratus. Okay. നെക്സ്റ്റ് വിത്ത് റൂട്ട്സ്, അതായത് മൊത്തത്തിൽ ആ ചെടിയെ മൊത്തത്തിൽ തൂക്കിയെടുത്ത് അതിനെ കൊണ്ടുവന്ന് അതിൻ്റെ പ്ലാന്റ് സോഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സ് വഴി യൂസ് ചെയ്യുന്ന ആ മെത്തേഡിൽ വരുന്നതാണ് അക്കോണൈറ്റ്, എറ്റ്യൂസ, ആർണിക്ക, ബെലഡോണ, ചെമോമില, ചെലിഡോണിയം, കോണിയം, ഡ്രോസിറ, ഡൽക്യാമറ, യുഫ്രേഷ്യ, ഹയോസിയാമസ്, ഹൈപ്പറിക്യം, ലഡം, പൾസാറ്റ്ല, റൂട്ട, സ്പൈജീലിയ ആൻഡ് സ്ട്രമോണിയം. ഇത് ഏറ്റവും എളുപ്പം വിത്തൗട്ട് റൂട്ട്സ് പഠിക്കാനാണ്, കാരണം അതിലൊരു 3-4 ഉള്ളൂ. ഓക്കെ, സോ ദ ഹോൾ പ്ലാന്റ് വിത്തൗട്ട് റൂട്ട്സ് ഇറ്റ് ഇൻക്ലൂഡ് ആൽഫാൽഫ, ലൊബീലിയ, ഒസുമം, സാൻഡം, റാനിങ്കുലസ്, സ്ക്ലീററ്റസ്. Then with the roots it include aconite, etusa, arnica, belladonna, chamomilla, chelidonium, conium, drosera, dulcamara, euphrasia, hyoscyamus, hypericum, ledum, pulsatilla. സോ കമ്പോസിറ്റേ ഫാമിലിയിലുള്ള മിക്കവാറുമുള്ള കുറേ മെഡിസിൻസ് വിത്ത് റൂട്ട്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് റൂട്ട്സ്. ഇപ്പോൾ റൂട്ട്സ് നമ്മൾ പറഞ്ഞു, റൂട്ട്സിൻ്റെ അകത്ത് തന്നെ ഫ്രഷ് റൂട്ടും ഉണ്ട്, ഡ്രൈഡ് റൂട്ടും ഉണ്ട്. ഫ്രഷ് റൂട്ടിൽ വരുന്നതാണ് ഓറം ട്രൈഫലം. ഓറം ട്രൈഫലത്തിന് വേറെ പറയാണ് ഇന്ത്യൻ ടർണിപ്പ്. ഓറം ട്രൈഫലം ആൻഡ് ബ്രയോണി ആൽബ. They include the fresh root. Then dried root include epicac and ratania. Dried root include epicac and ratania. And root with the rhizome include Alectrus parsinus. ഓക്കെ, ഈ വെറൈറ്റി പേരുകളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ റൂട്ട് വിത്ത് റൈസോമിന് ആകെപ്പാടെ ഒരു മെഡിസിൻ മാത്രമേ ഉള്ളൂ. അലക്ട്രസിന് മാത്രം ഓർമ്മിച്ചാലും കുഴപ്പമില്ല, അതിൻ്റെ വേറെ മെഡിസിൻസ് ഒന്നും വരുന്നില്ല. സോ റൂട്ട് വിത്ത് റൈസോം, അലക്ട്രസ് പാരനോസ്. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, മിക്കവാറും ചില കേസിലെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രിപ്പയർഡ് ഫ്രം റൂട്ട് അല്ലെങ്കിൽ ഹോൾ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ചില രീതിയിലുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ, ഓൾ ദ ഫോളോയിങ് കംസ് അണ്ടർ ദ സോഴ്സ് വിത്ത് ഓൾ പ്ലാന്റ് വിത്ത് റൂട്ട് എക്സെപ്റ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് ചോദിച്ചാലും മതി. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. എക്സെപ്റ്റ് ദ ഫോളോയിങ് ആണോ, വിത്ത് റൂട്ട്സ് ആണോ, അല്ലെങ്കിൽ വിത്തൗട്ട് റൂട്ട്സ് ആണോ, ഓൾ ദ എബോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസും ഇതൊക്കെ കൊടുത്തേക്കും. ഇതിൽ നമുക്ക് അറിയാവുന്ന 1-2 ഓപ്ഷൻസും അതിൻ്റെ കൂടെ അല്ലാത്ത 1-2 നമുക്കറിയാത്ത രീതിയിലുള്ളതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ അതെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ, എക്സെപ്റ്റ് എന്ന് വല്ലതും ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, സോ ദ ഫ്രഷ് റൂട്ട് ഇറ്റ് ഇൻക്ലൂഡ് ഓറം, ട്രൈഫലം ആൻഡ് ബ്രയോണിയ. ആൻഡ് ദ ഡ്രൈഡ് റൂട്ട് ഇറ്റ് ഇൻക്ലൂഡ് എപ്പിക്കാക് ആൻഡ് റെറ്റാനിയ. ദ റൈസോം, റൂട്ട് വിത്ത് റൈസോം ഇറ്റ് ഇൻക്ലൂഡ് അൽട്രസ്. ഓക്കെ, ദെൻ ഏരിയൽ പ്ലാന്റ്സ്. ഏരിയൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാർട്ട് ഓഫ് ദ പ്ലാന്റ് that rises above the soil. It includes the stems, leaves, flowers, etc. സോ ഏരിയൽ പ്ലാന്റ്സിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഏരിയൽ പ്ലാന്റ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ് ഫൈക്കസ് ഇൻഡിക്ക. ഓക്കെ, അതാണ് ഫൈക്കസ് ഇൻഡിക്ക. ഏരിയൽ പ്ലാന്റിൻ്റെ പ്രത്യേക ഒരു ഇതാണ് ഫൈക്കസ് ഇൻഡിക്ക. സോ ഏരിയൽ പാർട്ട് ഓഫ് ദ പ്ലാന്റിനെ യൂസ് ചെയ്യുന്നതിൽ ഒരു എക്സാമ്പിളാണ് ഫൈക്കസ് ഇൻഡിക്ക. നെക്സ്റ്റ് സ്റ്റെംസ്. സ്റ്റെമ്മിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റെം, ഫ്ലവറിങ് സ്റ്റെം ആണെങ്കിൽ കാക്ടസ്, ഫ്ലവറിങ് സ്റ്റെം കാക്ടസ് ആൻഡ് സ്റ്റെം വിത്ത് ലീവ്സ് ക്ലൈമാറ്റസ് ഇറിറ്റ ആൻഡ് സബൈന. ദെൻ ബൾബ് ഓർമ്മിക്കാൻ എളുപ്പമാണ്, അലിയം സറ്റേവയും അലിയം സെപ്പയും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് ഓരോ പാർട്ട് നമ്മളിപ്പോൾ പറയുമ്പോൾ അതിലേത് പാർട്ടാണെന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഇപ്പോൾ സോ ഇതാണ് പ്ലാന്റിൻ്റെ റൂട്ട്. ഓക്കെ, പ്ലാന്റിൻ്റെ റൂട്ട് പാർട്ട് ഇതാണ്. ഇത് പ്ലാന്റിൻ്റെ റൈസോം പാർട്ട്. ഇതാണ്, ഈ പാർട്ടിനെയാണ് കോൺ എന്ന് പറയുന്നത്. ഇതാണ് ട്യൂബർ, മെയിൻലി സൊളാന. അതായത് പൊട്ടറ്റോയിലൊക്കെയാണ് ട്യൂബർ കൂടുതൽ കാണുന്നത്. ട്യൂമർ അല്ല, ട്യൂബർ ആണ് കേട്ടോ. ഈ പാർട്ടാണ്
ട്യൂബർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബൾബ്, ഈ പോർഷനാണ് ബൾബ് എന്ന് പറയുന്നത്. ബൾബ് മെയിനായിട്ട് രണ്ടെണ്ണേ ഉള്ളൂ മെയിനായിട്ട്, അലിയം സറ്റേവ ഉണ്ട്, അലിയം സെപ്പ ഉണ്ട്. സോ നമ്മൾ പറഞ്ഞത് നമുക്ക് മെയിനായിട്ട് 7 സോഴ്സ് ഉണ്ട്. വെജിറ്റബിൾ, അനിമൽ, മിനറൽ, നോ സോർട്ട്, സാക്കോട്ട്, ഇമ്പോർട്ടബിളി ആൻഡ് സിന്തറ്റിക് സോഴ്സ്. അപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സോഴ്സ് ഓഫ് മെഡിസിൻ ഉള്ളത്. പ്ലാന്റിന്റെ പല പല പാർട്ടായിട്ട് എടുക്കാം. ഒന്നീ ഹോൾ പ്ലാന്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ റൂട്ട്സ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്റ്റെം, ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, സീഡ്സ്, ബാർക്ക്, ആൽഗെ, ഫംഗൈ, ഇങ്ങനെ ഡിഫറെന്റ് പോർഷനിൽ നിന്നും എടുക്കാം. സോ ഹോൾ പ്ലാന്റ് വിത്തൗട്ട് റൂട്ട്സ് ഇൻക്ലൂഡ് ആൽഫാൽഫ, ലൊബീലിയ, ഒസിമം സാൻഡം ആൻഡ് റാനിങ്കുലസ് സ്ക്ലിറേറ്റസ്. ഒരു കോഡായിട്ട് പഠിച്ചു വെക്കണം. ALOR, ഓക്കെ. ALOR, ഹലോ. ആൽഫാൽഫ, ലൊബീലിയ, ഒസിമം സാൻഡം ആൻഡ് റാനിങ്കുലസ് സ്ക്ലിറേറ്റസ്. ഹോൾ പ്ലാന്റ് വിത്തൗട്ട് റൂട്ട്സ്. നെക്സ്റ്റ് ഹോൾ പ്ലാന്റ് വിത്ത് റൂട്ട്. ഹോൾ പ്ലാന്റ് വിത്ത് റൂട്ട് അക്കോണൈറ്റ്, എത്യൂസ, ആർണിക്ക, ബെലഡോണ, ചമോമില, ചെലഡോണിയം, കോണിയം, ഡ്രോസിറ, ഡെൽക്യാമറ, യുഫ്രേഷ്യ, ഹയോസ്ക്യാമസ്, ഹൈപ്പറിക്കം, ലെഡം, പൾസാറ്റ്ല, റൂട്ട, സ്പൈജീലിയ ആൻഡ് സ്ട്രമോണിയം. സോ ഇതിൽ ഓർമ്മിക്കാനൊരു എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ ഉള്ള കുറച്ച് മെഡിസിൻസ്, അതായത് ആർണിക്ക, ലെഡം, റൂട്ട, അങ്ങനെ ഇഞ്ചുറിക്കൊക്കെ കൊടുക്കുന്ന മെഡിസിൻസ്, അതെല്ലാം ഈ ഹോൾ പ്ലാന്റ് വിത്ത് റൂട്ട്സിൽ വരുന്നതാണ്. പെയിനുള്ള മെഡിസിൻ, മെയിനായിട്ടുള്ള പെയിനുള്ള മെഡിസിൻസ് എല്ലാം ഈ വിത്ത് ഹോൾ പ്ലാന്റ് വിത്ത് റൂട്ട്സിൽ വരുന്നതാണ്. ബെൽഡോണ, ചമോമില, ദെൻ ഹൈപ്പറിക്കം. ഹൈപ്പറിക്കം ഇഞ്ചുറിക്ക് നല്ല മെഡിസിനാണ്. ഹൈപ്പറിക്കം, സ്പൈജീലിയ, പൾസാറ്റ്ല എല്ലാം റുമാറ്റിക് കംപ്ലൈൻറ്റോട് ചേർത്ത മെഡിസിൻസ്. അപ്പം ഒരു റുമാറ്റിക് കംപ്ലൈൻറ്റും പെയിനും എല്ലാം കവർ കുറച്ച് മെഡിസിൻസ് ആണ് ഈ ഹോൾ പ്ലാന്റ് വിത്ത് റൂട്ട്സിൽ വരുന്നത്. അക്കോണൈറ്റ്, എത്യൂസ, ആർണിക്ക, ബെൽഡോണ, ചമോമില, ചെൽഡോണിയം, കൊണിയം, ഡ്രോസിറ, ഡെൽക്യാമറ, യുഫ്രേഷ്യ, ഹയോസ്യാമസ്, ഹൈപ്പറിക്കം, ലെഡം, പൾസാറ്റ്ല, റൂട്ട, സ്പൈജീലിയ ആൻഡ് സ്ട്രമോൺ. നെക്സ്റ്റ് ഫ്രഷ് റൂട്ട്. ഫ്രഷ് റൂട്ടിൽ വന്നതാണ് ഓറം ട്രൈഫലവും ബ്രയോണിയും. ഡ്രൈഡ് പാർട്ടിൽ വന്നതാണ് എപ്പിക്കാക്കുന ആൻഡ് റെറ്റാനിയ. ദെൻ റൂട്ട് ആൻഡ് റൈസോം ഇറ്റ് ഇൻക്ലൂഡ് അലട്രസ്. ഓക്കെ. Then aerial part of the plant, ficus. And stems. Flowering stem, cactus. And the stem with the leaves, Clematis cerata and sabina. Flowering stem, cactus. Stem with the leaves, Clematis cerata and sabina. Bulb of the part, Allium cepa and Allium sativa. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരു പാർട്ട് പ്ലാന്റിന്റെ അണ്ടർഗ്രൗണ്ട് മോഡിഫിക്കേഷൻ്റെ നമ്മൾ അതിൻ്റെ റൂട്ടിൻ്റെ കുറേ മോഡിഫിക്കേഷൻ ആയിട്ട് വന്നതാണ് ഈ പാട്ട്. അതായത് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ആ മണ്ണിൻ്റെ മേലിൽ കാണുന്ന ആ ഭാഗത്തിനെ ഷൂട്ടെന്നും മണ്ണിൻ്റെ താഴെ കാണുന്ന ആ ഭാഗത്തിന് റൂട്ട്സ് എന്നും പറയും. ഇതിൻ്റെ റൂട്ട്സ്, ഇവിടെ അതിൻ്റെ നോഡുണ്ട്, പിന്നെ ഈ ഇത്രയും പാർട്ടിനെ കാണുന്നതാണ് അതിൻ്റെ റൈസോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേറൊരു മോഡിഫിക്കേഷനാണ് കോം. കോണല്ല, കോം, COR. ഓക്കെ. ഇത് ട്യൂബർ, അതിൻ്റെ ട്യൂബർ മെയിൻലി പൊട്ടറ്റോക്കൊക്കെയാണ് കാണുന്നത്. ഇതാണ് ബൾബ് പാർട്ട്. ഓക്കെ. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഉള്ളി സ്റ്റെം, കാക്ടസ് ആൻഡ് ടീനോസ്പോറ. സ്റ്റെം വിത്ത് ലീവ്സ്, ക്ലിമാറ്റിസ്, സബൈന ആൻഡ് റസ് വിനേറ്റ്. നേരത്തെ പറഞ്ഞ നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് റൈസോം. റൈസോം ദേ ആർ ദ തിക്ക് ഫ്ലഷി അണ്ടർഗ്രൗണ്ട് സ്റ്റെം with distant nodes and internodes growing horizontally. അണ്ടർഗ്രൗണ്ട് പാർട്ടിൽ കാണുന്നതാണ്. അതിന് നോഡും ഇന്റർനോഡും ഒക്കെ ഉണ്ട്. ഹൊറിസോണ്ടലി ആണ് ഇത് വളരുന്നത്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് കോളോഫൈലം, സിംസിഗുഗ, കോളൻസോണിയ ആൻഡ് ജെൽസീമിയ. നെക്സ്റ്റ് കോം. കോം ഈസ് ആൻ എലോങ്ങേറ്റഡ് മോർ ഓർ ലെസ് റൗണ്ട് സോളിഡ് വെഹിക്കിൾ ഫ്ലഷി അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഓക്കെ. ഈ പാർട്ടിനെയാണ് കോം എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് ഏരിയയിലുള്ള ഒരു സ്റ്റെം പോലെയുള്ള ആക്ഷനാണ് ഈ കോണിലുള്ളത്.
Then bulb. It is a small modified disc-like structure found on the underground of stem. So comb of the plant use ചെയ്യുന്ന രണ്ട് സോഴ്സ് ഉണ്ട്. ഒന്ന് കോൾച്ചിക്കം ഓട്ടംനെയിലും നെക്സ്റ്റ് ക്രോക്കസ് സറ്റീവസും. ഇത് ഓർമ്മിക്കാൻ എളുപ്പമാണ്. കോ എന്ന് ഓർമ്മിച്ചാൽ കോൾച്ചിക്കം ഓട്ടംനെയിൽ ആൻഡ് ക്രോക്കസ് സറ്റീവസ്. നമ്മൾ പറഞ്ഞു ഈ പാട്ടാണ് കുളം കേട്ടോ. ഈ റീജിയനെയാണ് കുളം എന്ന് പറയുന്നത്. ഈ റീജിയൻ്റെ അകത്തുനിന്ന് മെയിനായിട്ട് രണ്ട് സോഴ്സ് ഉണ്ട്. ഒന്ന് കോൾച്ചിക്കം ഓട്ടംനെയിലും രണ്ട് ക്രോക്കസ് സറ്റീവസും. ആ പർട്ടിക്കുലർ റീജിയനിൽ നിന്ന് സോഴ്സ് കളക്ട് ചെയ്ത് മെഡിസിൻ ഉണ്ടാക്കുന്നു. They are the enlarged underground stem that store food for the plant during dormancy. This is spherical in shape with a flattened base and grows vertically below the ground. Colchicum autumnal and Crocus sativus. Then rhizome. Rhizome, they are the continuously growing horizontal underground stem that put out lateral shoots and adventitious root. ഈ പറഞ്ഞ പോലെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൻ്റെ വേറൊരു പോർഷനാണ് റൈസോം. ഇത്ര പോർഷനുള്ള ആ റീജിയനാണ് റൈസോം എന്ന് പറയുന്നത്. ഇതിന് കുറേ കണക്ഷൻസ് ഒക്കെ ഉണ്ട് റൈസോം. സോ റൈസോമിൻ്റെ എക്സാമ്പിളാണ് ജെൽസീമിയം, ഹെല്ലിബോറസ്, പോഡോഫൈലം, സാങ്കുനേറിയ, വെറേട്രം ആൽബം ആൻഡ് വെറേട്രം വിറിഡ്. അപ്പം രണ്ടെണ്ണം ഓർമ്മിച്ചിരിക്കാൻ എളുപ്പമാണ്. ഒന്ന് വെറേട്രം ആൽബം, ഒന്ന് വെറേട്രം വിറിഡ്. ഇപ്പം രണ്ട് വെറേട്രം ഗ്രൂപ്പ് ഉണ്ട്. നെക്സ്റ്റ് ജെൽസീമിയം, ഹെല്ലിബോറസ്, Podophyllum and Sanguinaria canadensis. GPS നോക്കൂ ചായി. GPS ഓക്കെ. GPS HV. GPS വന്നത് ജെൽസീമിയം, പോഡോഫൈലം ആൻഡ് സാങ്കുനേറിയ. റൈസോമിൽ വന്നത് ആറെന്നിട്ടിട്ടേ ജസ്റ്റ് ഒരു കോഡ് പോലെ ഇട്ടിട്ട് ബുക്കിൽ ആറെന്നിട്ടിട്ട് അതിന് ചുറ്റും ഒരു റൗണ്ട് വരച്ചിട്ട് GPS HV എന്നിട്ടാൽ ജെൽസീമിയം, പോഡോഫൈലം, സാങ്കുനേറിയ, ഹെല്ലിബോറസ് ആൻഡ് വെറേട്രം ആൽബം ആൻഡ് വെറേട്രം വിറിഡ്. ഇതാണ് റൈസോം. ഈ പ്രത്യേക റീജിയനിൽ കാണുന്നതാണ് റൈസോം. ദെൻ ലീവ്സിൽ വന്ന ഡ്രൈഡ് ലീവ്സും ഉണ്ട്, ഫ്രഷ് ലീഫും ഉണ്ട്. ഡ്രൈഡ് ലീഫിൽ വന്നതാണ് കൊക്ക, യൂക്കാലിപ്റ്റസ്, ടൊബാക്കം ആൻഡ് ജിമിനിമ സിൽവസ്റ്റ്. കൊക്ക, എർത്രോക്സിലും കൊക്ക ഉണ്ടാകുന്നത് ആൻഡ് യൂക്കാലിപ്റ്റസ്, ടൊബാക്കം ആൻഡ് ജിമിനിമ സിൽവസ്റ്റ് ആണ് ഡ്രൈഡ് ലീവ്സ്. റഷ്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഡിജിറ്റാലിസ് പർപ്യൂറ, റെസ്റ്റോക്സ്, ജസ്റ്റീഷ്യ ആടത്തോട, അത് ആടത്തോടെയാണ് കേട്ടോ, ജസ്റ്റീഷ്യ ആടത്തോട, കാൽമിയ ലാക്ടിഫോളിയ ആൻഡ് ഫൈക്കസ് റിലീജിയോസ. ഇതാണ് ജിമിനിമ സിൽവസ്റ്റ്, തഴുതാമ എന്ന് പറയും. ഇത് ഡയബറ്റീസിന് നല്ലൊരു മെഡിസിനാണ്. നെക്സ്റ്റ് യൂക്കാലിപ്റ്റസിന്റെ ഹോൾ പ്ലാന്റ് വിത്ത് ഡ്രൈഡ് ലീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ജിംനമ തഴുതാമ അല്ല കേട്ടോ. ജിംനമ തഴുതാമ എന്ന് പറഞ്ഞാൽ ബോർഹേവിയ ഡിഫ്യൂസ ആണ്. ഓ സർ. ജിംനമ ശർക്കരക്കൊല്ലി ആണെന്ന് പറയുന്നു. ചക്കരക്കൊല്ലി, പക്ഷെ ചക്കരക്കൊല്ലി പല സ്ഥലത്ത് പലതാണ്. എന്തായാലും തഴുതാമ എന്ന് പറഞ്ഞ സാധനം ബോർഹേവിയ ഡിഫ്യൂസയാണ്. പുനർജനി എന്നൊക്കെ എന്തോ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. പുനർനവ, അതെ. അതായത് അത് കഴിച്ചാൽ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന പ്രായം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഏജിങ്ങിന്റെ ഹോർമോണിനെ കുറയ്ക്കുമെന്നും, അതായത് പുതിയ സെൽസ് കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഡെഡ് സെൽസ് ഉണ്ടാകില്ലെന്നും, അതുകൊണ്ട് പുനർനവ എന്നൊക്കെ അതിന് പേരുണ്ട്. അത് വലിയ നല്ലൊരു ഔഷധമാണ്. എൻ്റെ പുരയിടത്തിലൊക്കെ ധാരാളമായിട്ടുള്ളതാണ്, നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ. തഴുതാമ അതിങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു ചെടിയാണ്. മറ്റേത് ശർക്കരക്കൊല്ലിയാണെന്ന് തോന്നുന്നു ജിംനമ. ശർക്കരക്കൊല്ലി എന്ന് പറയുന്ന സാധനവും പല സ്ഥലങ്ങളിൽ പല ചെടികളാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ശർക്കരക്കൊല്ലി എന്ന് പറയാനും ചില ബുദ്ധിമുട്ട് വരുന്നത്. എന്തായാലും ജിംനമ അല്ല, തഴുതാമ വളരെ പോപ്പുലർ ആയ ഒരു മെഡിസിൻ ആണ്. ഓക്കെ, പറഞ്ഞോ, കുഴപ്പമില്ല. ഓക്കെ സാർ. അത് ഇപ്പോൾ സോറി, ജിംനമയുടെ വേറെ പേരാണ് സാർ പറഞ്ഞതുപോലെ. സാർ അത് ശർക്കരക്കൊല്ലി എന്ന് തന്നെ സാറിന്റെ പേര്. ഷുഗർ ഡിസ്ട്രോയിഡ് എന്നാണ് അതിന്റെ മെഡിസിൻ. ഡയബറ്റീസിന് ഒരു നല്ല മെഡിസിൻ. ഷുഗറിനുള്ളൊരു മെഡിസിൻ ആണ്. ഷുഗർ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശർക്കരക്കൊല്ലി എന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ശർക്കരക്കൊല്ലി പക്ഷേ പല സ്ഥലത്ത് പല പേരുകൾ, പല പ്ലാന്റുകൾ അങ്ങനെ വിളിക്കുന്നുണ്ട്. ഇതെന്തായാലും മറ്റേത് തഴുതാമ വളരെ ഫേമസ് ആണ്. ഓക്കെ.
സോ നെക്സ്റ്റ് യൂക്കാലിപ്റ്റസിൻ്റെ ലീവ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് ഞാൻ പറഞ്ഞ ലീവ്സാണ്. ലീവ്സ് ഡ്രൈഡ് ലീവ്സും ഉണ്ട്, ഫ്രഷ് ലീവ്സും ഉണ്ട്. ഡ്രൈഡ് ലീവ്സിൽ യൂസ് ചെയ്യുന്നത് ഒന്ന് കൊക്ക, നെക്സ്റ്റ് യൂക്കാലിപ്റ്റസ്, ടബാക്കം ആൻഡ് ജിമിനിമ സിൽവസ്റ്റർ. ഫ്രഷ് ലീവ്സിൽ യൂസ് ചെയ്യുന്ന ഡിജിറ്റാലിസ്, റെസ്റ്റോപ്സ്, ജസ്റ്റീഷ്യ അടത്തോട, അത് ആടലോടതുണ്ട്, ജസ്റ്റീഷ്യ അടത്തോട, കാൽമിയ ലാക്ടിഫോളിയ ആൻഡ് ഫൈക്കസ് റിലീജിയോസ്. ദെൻ യങ് ഷൂട്ട്സിലാകെ രണ്ട് മെഡിസിനേ ഉള്ളൂ. ഒന്ന് ആസ്പരാഗസ് ഒഫിഷ്യനാലിസും ഒന്ന് പൈനസ് സിൽവസ്റ്റസും. ഇതാണ് ആസ്പരാഗസ് ഒഫിഷ്യനാലിസ്, ഇത് പ്രുനസ് സ്പൈനോസ. ഇത് പൈനസ് സിൽവസ്റ്റസ്. സോ യങ് ഷൂട്ട്സ് ഇറ്റ് ഇൻക്ലൂഡ് ആസ്പരാഗസ് ഒഫിഷ്യനാലിസ് ആൻഡ് പൈനസ് സിൽവസ്റ്റസ്. ദെൻ സ്റ്റിഗ്മ, ഈ റീജിയനാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ വന്നതിൻ്റെ ആ ടോപ്പ് റീജിയനാണ് ഈ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അത് ഒരേ ഒരു മെഡിസിനേ ഉള്ളൂ, അതാണ് ക്രോക്കസ് സറ്റിവസ്. ദെൻ ഫ്ലവേഴ്സിൽ ചിലത് ഫ്ലവേഴ്സിൻ്റെ കൂടെ തന്നെ ലീവ്സും എടുക്കും, ചിലതിൽ ഫ്ലവേഴ്സ് മാത്രം എടുക്കുന്നതുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് വിത്ത് ലീവ്സ് ഇറ്റ് ഇൻക്ലൂഡ് കലണ്ടുല ആൻഡ് യൂപ്പറ്റോറിയ. ആകെ എളുപ്പമുള്ള നല്ല മെഡിസിൻസ് രണ്ട്, ഒന്ന് കലണ്ടുല ഉണ്ട്, ഒന്ന് യൂപ്പറ്റോറിയ ഉണ്ട്. ഫ്ലവറിങ് ഹെഡ് വിത്ത് ലീവ്സ്. വിത്തൗട്ട് ലീവ്സ് ആണെങ്കിൽ കനാബിസ് ഇൻഡിക്ക, സിന, മെലിലോട്ടസ് ആൽബ ആൻഡ് സോളിഡാഗോ. വിത്ത് ലീവ്സ് കലണ്ടുല, യൂപ്പറ്റോറിയം. വിത്തൗട്ട് ലീവ്സ് ഇറ്റ് ഇൻക്ലൂഡ് കനാബിസ് സറ്റീവ, സിന, മെലിലോട്ടസ് ആൻഡ് സോളിഡാഗോ. സോ ഫ്രഷ് ലീവ്സ് യൂസ് ചെയ്യുന്ന എഗ്ലിഫോളിയ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. എഗ്ലിഫോളിയ, ചിയോനാന്തസ്, സെഫലാൻഡ്ര, ഫൈക്കസ് റിലീജിയോസ. ചിയോനാന്തസ് സ്പ്ലീനിനൊക്കെ നല്ലൊരു മെഡിസിനാണ്. സെഫലാൻഡ്ര ഇപ്പം നമ്മുടെ ഡയബറ്റീസിൻ്റെ ഒരു മെഡിസിനാണ്. ഫൈക്കസ് റിലീജിയോസ. ഡ്രൈഡ് ലീവ്സ് നേരത്തെ പറഞ്ഞില്ല, കൊക്ക, യൂക്കാലിപ്റ്റസ്, ജിംനിമ. ദെൻ യങ് ഷൂട്ട് ആസ്പരാഗസ് ആൻഡ് പൈനസ്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ കൂടെ തന്നെ ഫ്ലവർ മാത്രം എടുക്കും, ഫ്ലവറിൻ്റെ കൂടെ തന്നെ ഫ്ലവർ വിത്ത് ലീവ്സ് എടുക്കും, ഫ്ലവറിൻ്റെ ബഡും എടുക്കും. അപ്പോൾ ഫ്ലവറിങ് ഹെഡ് മാത്രമാണെങ്കിൽ കനാബിസ്, സിന ആൻഡ് മെലിലോട്ടസ്. ഫ്ലവറിങ് ഹെഡ് വിത്ത് ലീവ്സ് ആണെങ്കിൽ കലണ്ടുല, യൂപ്പറ്റോറിയ. ഡ്രൈഡ് പാർട്ട് ഓഫ് ദ സ്റ്റിഗ്മ, ആ സ്റ്റിഗ്മ പാർട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിന് ക്രോക്കസ്. ദെൻ ഫ്ലവറിങ് ബഡ് യൂസ് ചെയ്യുന്നത് പ്രൂനസ് സ്പൈനോസ. ഇതാണ് കലണ്ടുല. നെക്സ്റ്റ് സോളിഡാഗോ. നമ്മൾ പറഞ്ഞ കോൺ റീജിയനിൽ നിന്ന് യൂസ് ചെയ്യണ രണ്ട് സോഴ്സാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് കോൾഷിഗം ഓട്ടംനേലും, ഒന്ന് ക്രോക്കസ് സറ്റീവസ്. റൈസോം പാർട്ട് മണ്ണിനടിയിലുള്ള കണ്ടിന്യൂസ് ഗ്രോയിങ് ആയിട്ടുള്ള ആ റീജിയനാണ്. നമ്മൾ പറഞ്ഞ GPSHV എന്ന കോഡ് വഴി ഓർമ്മിക്കുക. ജെൽസീമിയം, പോഡോഫൈലം, സാങ്കുനേറിയ, എലിബോറസ് വിത്ത് വെറേട്രം ആൽബം ആൻഡ് വെറേട്രം വിറിഡ്. ദെൻ ലീവ്സിൽ തന്നെ ഡ്രൈഡ് ലീവ് ഉണ്ട്, ഫ്രഷ് ലീഫ് ഉണ്ട്. ഡ്രൈഡ് ലീഫ് ആണെങ്കിൽ കൊക്ക, യൂക്കാലിപ്റ്റസ്, ടബാക്കം, ജിംനിമ. ഫ്രഷ് ലീവ്സ് ആണെങ്കിൽ ഡിജിറ്റാലിസ്, റെസ്റ്റോക്സ്, ജസ്റ്റീഷ്യ അടത്തോട, കാൽമിയ ആൻഡ് ഫൈക്കസ് റിലീജിയോസ. നെക്സ്റ്റ് യങ് ഷൂട്ട് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ആസ്പരാഗസ് ഒഫിഷ്യനാലിസും ഒന്ന് പൈനസ് സിൽവസ്റ്റസ്. ഫ്ലവർ ബഡിന്റെ സോഴ്സിൽ നിന്ന് യൂസ് ചെയ്യുന്നതാണ് പ്രൂനസ് സ്പൈനോസ. ഫ്ലവറിങ് ബഡിന്റെ ആ ടോപ്പ് പാർട്ടിൽ നിന്ന് യൂസ് ചെയ്യണം. സ്റ്റിഗ്മ പാർട്ടിൽ നിന്നാണെങ്കിൽ ക്രോക്കസ് സാറ്റിവസ്. ദെൻ ഫ്ലവേഴ്സിൽ തന്നെ ഹോൾ ഫ്ലവർ മാത്രം, ഫ്ലവർ വിത്തൗട്ട് ലീവ്സ് ഉണ്ട്, ഫ്ലവർ വിത്ത് ലീഫ് ഉണ്ട്. സോ ഫ്ലവറിങ് ഹെഡ് വിത്ത് ലീവ്സ് അതിൽ ഒന്നതാണ് കലണ്ടുല, യൂപ്പറ്റോറിയ. ഫ്ലവറിങ് ഹെഡ് വിത്തൗട്ട് ലീവ്സ് ആണെങ്കിൽ കനാബിസ്, സിന, മെലിലോട്ടസ് ആൻഡ് സോളിഡാഗോ. സോ the young shoot collection.
It includes asparagus and pinus. Then seeds. Seeds തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ഫ്രഷ് സീഡും ഉണ്ട്, ഒന്ന് ഡ്രൈഡ് സീഡും ഉണ്ട്. അപ്പോൾ ഫ്രഷ് സീഡാണ് അവിന സറ്റീവ, ഓട്സ്, അവിന സറ്റീവ, കുക്കുർബിറ്റ പെപ്പോ, ഇഗ്നീഷ്യ ആൻഡ് സിസീജിയം ജംബോളി. സോ അവിന സറ്റീവ ഇതെല്ലാം ഫ്രഷ് ആയിട്ട് കളക്ട് ചെയ്യുന്നതാണ്, അതിനൊന്നും കൊണ്ട് ഉണക്കിയൊന്നുമില്ല. അവിന സറ്റീവ, കുക്കുർബിറ്റ പെപ്പോ, ഇഗ്നീഷ്യ ആൻഡ് സിസീജിയം. Dried seeds include Nux moschacha and Nux vomica, Coffea, Cocculus, Sabadilla, Staphysagra and Cardus. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാന്ന് വെച്ച് ഫ്രഷ് ആയിട്ടിരിക്കണം. അപ്പം ഓട്സിൻ്റെ യൂസ് ചെയ്യുന്ന ആ സോഴ്സിനെല്ലാം ഫ്രഷ് ആയിട്ട്, അതുപോലെ കുക്കുർബിറ്റ പെപ്പോയും ഈ ഇഗ്നീഷ്യ ഇതെല്ലാം പ്ലാന്റ് സോഴ്സിൽ വന്ന ആയതുകൊണ്ടും അത് ഫ്രഷ് രീതിയിലാണ് എടുക്കുന്നത്. അതിൻ്റെ സീഡ്സ് ഒക്കെ ഫ്രഷ് ആയിട്ടാണ് എടുക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ കോഫി ആയാലും നക്സോമിക്ക ആയാലും നക്സ് മൊസ്റ്റാച്ച ആയാലും ഇതിൻ്റെയൊക്കെ സീഡ്സ് കുറച്ചുകൂടെ ഹാർഡ് ആയതുകൊണ്ട് കുറേ സമയം ഇത് നല്ല ഉണങ്ങിയതിന് ശേഷമാണ് ഇതിനെല്ലാം യൂസ് ചെയ്യാൻ. സോ ഫ്രഷ് സീഡ്സ് ഇൻക്ലൂഡ് അവിന സറ്റേവ, കുക്കുർബിറ്റ പെപ്പോ, ഇഗ്നീഷ്യ, സിസീജിയം ജംബോളി. ഡ്രൈഡ് സീഡ്സ് ഇൻക്ലൂഡ് കോക്കുലസ് ഇൻഡിക്കസ്, കോഫിയ, നക്സ് മൊസ്റ്റാച്ച, നക്സ് വോമിക്ക, Sabadilla, Staphysagra and Cardus. And Staphysagra in the picture. The Cocculus indicus. Ili omitting seasickness condition of the Gurkhan. The Nux moschacha. The Nux moschacha നമുക്ക് ഒരു പേരുണ്ട്. നക്സ് മൊസ്റ്റാച്ച, നക്സ് വോമിക്ക ഇതെല്ലാം നമ്മൾ ഡ്രൈഡ് പാർട്ടിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, so നക്സ് മൊസ്റ്റാച്ചയുടെ കോമൺ എന്നാണ് നട്ട്മഗ്. Cucurbita pepper, cucurbita seeds. This is Sabadilla. Sabadilla dried seeds are used. This is Salix nigra. നമ്മൾ പറഞ്ഞ സീഡ്സ് പറഞ്ഞു. സീഡ്സിൽ തന്നെ ഫ്രഷും ഉണ്ട് ഡ്രൈഡും ഉണ്ട്. ഫ്രഷ് സീഡ്സിൽ വന്നതാണ് അവിന, കുക്കുർബിറ്റ പെപ്പോ, ഇഗ്നീഷ്യ ആൻഡ് സിസീജിയം. ഡ്രൈഡ് സീഡ്സിൽ വന്നതാണ് കോക്കുലസ് ഇൻഡിക്കസ്, കോഫിയ, നക്സ് മൊസ്റ്റാച്ച, നക്സ് വോമിക്ക, സബാഡില, സ്റ്റാഫിസാഗ്ര ആൻഡ് കാർഡസ്. നെക്സ്റ്റ് ഒരു വുഡിൻ്റെ പല പല പാർട്ടാണ് അല്ലേ. ഈ വുഡിനൊരു ഇന്നർ പാർട്ടുണ്ട്, ഒരു ഔട്ടർ പാർട്ടുണ്ട്. അപ്പോൾ ഈ ഇന്നർ സർഫസിൽ എത്രമാത്രം വിട്ടുണ്ടോ അത്രമാത്രം അതിൻ്റെ ഏജ്, ഒരു മരത്തിൻ്റെ ഏജ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറാണ്. അത്രമാത്രം അതിൻ്റെ കോൺസെൻട്രേറ്റ് റിങ്സ് ഉണ്ട്. അപ്പോൾ അതിനൊരു വുഡ് തന്നെ എടുത്ത് ഒരു ക്രോസ് സെക്ഷൻ ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ അനാട്ടമിയിൽ ഒരു ബോണിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ഹാർവേഷ്യൻ സിസ്റ്റവും ഹാർവേഷ്യൻ കനാലും ഒക്കെ പഠിച്ചിട്ടില്ലേ. അതുപോലെ തന്നെ ഈ വുഡിനെ എടുത്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ക്രോസ് സെക്ഷനിൽ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്നതാണ് അതിൻ്റെ ഏറ്റവും വെളിയിൽ ഒരു ഔട്ടർ ബാർക്ക്, അത് കഴിഞ്ഞിട്ട് ഒരു ഇന്നർ ബാർക്കുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ വിത്ത് എന്ന് പറയും. പിന്നെ ഈ ഇത്രയും റീജിയനാണ് ഏർലി വുഡ്. നെക്സ്റ്റ് ഗ്രോയിങ് റിംഗ്, ഇതാണ് കോൺസെൻട്രിക് ഗ്രോയിങ് റിങ്സ്. ഓക്കെ, സോ ബാർക്കിൽ തന്നെ ഫ്രഷ് ഔട്ടർ ബാർക്ക് യൂസ് ചെയ്യണ ഏബിസ് കാനഡൻസിസ്, സാലിക്സ് നൈഗ്ര ആൻഡ് വിബ്രിനം ഓപ്പുലസ്. ഫ്രഷ് ഔട്ടർ ബാർക്ക് ഏബിസ് കാനഡൻസിസ്, സാലിക്സ് നൈഗ്ര ആൻഡ് വിബ്രിനം ഓപ്പുലസ്. ഡ്രൈഡ് ഔട്ടർ ബാർക്ക് സിഞ്ചോണ, മെസീറിയം ആൻഡ് കോണ്ടുറാഗോ. സോ ഈ സിഞ്ചോണ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻ ആണ് അല്ലേ. നമ്മൾ മാസ്റ്റർ ഹാനിമാൻ ഹോമിയോപ്പതി എഴുതാൻ പിന്നിൽ പ്രചോദനമായിട്ടുള്ള ഒരു മെഡിസിനാണ്.
നമ്മൾ കള്ളൻസ് മെറ്റീരിയൽ മേടിക്കുക വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ മാസ്റ്റർ ഹനുമാന് തോന്നി സിൻചോണ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതുപോലുള്ള സിംറ്റംസ് വരുമെന്ന് നോക്കിയപ്പോഴാണ് എത്ര എമൗണ്ട് ആണ് മാസ്റ്റർ കുടിച്ചത്? എത്ര എമൗണ്ട് ഓഫ് സിൻചോണയാണ് കുടിച്ചത്? 4 drams. 4 drams ഓഫ് ഗുഡ് ചൈന ട്വൈസ് എ ഡേ, 2 പ്രാവശ്യം കുടിച്ചു. എന്നിട്ടാണ് മലേറിയയിലെ സിംറ്റംസ് നമ്മളെ മാസ്റ്റർ ഹനുമാൻ ഉണ്ടായതും അത് മാസ്റ്റർ ഹനുമാൻ അപ്പോഴുണ്ടായ എല്ലാ സിംറ്റംസ് നോട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ ഫസ്റ്റ് പ്രൂവ് ചെയ്ത മെഡിസിനാണ് നമ്മളെ സിൻചോണ. അപ്പോൾ പണ്ടത്തെ ഇതിൽ മലേറിയക്ക് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ഓക്കെ, ഡ്രൈഡ് ഔട്ടർ ബാർക്കാണ്, അതായത് ഈ റീജിയനാണ്, ഈ ഔട്ടർ ബാർക്കിൻ്റെ ഈ റീജിയനാണ് സിൻചോണ യൂസ് ചെയ്യുന്നത്. സിൻകോണ, മെസീറിയം ആൻഡ് കോൺഡ്രാഗോ. കോൺഡ്രാഗോ മെയിൻലി സ്റ്റൊമക്കിനൊക്കെ നല്ലൊരു മെഡിസിനാണ്. അതിൻ്റെ മെറ്റീരിയൽ മെഡിക്കൽ ഒരു ഇൻഡിക്കേഷനാണ് ക്രാക്സ് ഇൻ കോർണേഴ്സ് ഓഫ് മൗത്ത്. നെക്സ്റ്റ് ഇന്നർ ബാർക്ക് സിനമോണം, ഫ്രാക്സിനസ് അമേരിക്കാനം ആൻഡ് പ്രൂനസ് വിർജിനിക്. അപ്പോൾ ഈ ഫ്രാക്സിനസ് അമേരിക്കാനസ് ഒന്ന് നോക്കിക്കോണം. ഇത് സാധാരണ ഫൈബ്രോയിഡ് കേസിലൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്ന മെഡിസിനാണ്. സിനമോണം എന്ന് പറഞ്ഞാൽ നമ്മളെ കറുവാപ്പട്ടയാണ്. സിനമോണിൻ്റെ വേറെ പേരാണ് കറുവാപ്പട്ട കേട്ടോ. പല പേരുണ്ട് കറുവാപ്പട്ട. പിന്നെ പല സ്ഥലത്തിൽ പല പേരായിട്ട് പറയുന്നുണ്ട്. സോ ഇന്നർ ബാർക്ക് സിനമോണം, ഫ്രാക്സിനസ് ആൻഡ് പ്രൂനസ് വിർജിനിക്. ഫ്രഷ് ബാർക്ക് ഓഫ് റൂട്ടിൽ വന്നതാണ് ഫസ്റ്റ് ബാക്ടീഷ്യ, ദെൻ ബെർബറസ് വൾഗാരിസ് ആൻഡ് ഹമാമിലിസ്. ഫ്രഷ് ബാർക്ക് ഓഫ് ഫ്രൂട്ട് നേരത്തെ പറഞ്ഞ റൂട്ടിൻ്റെ അകത്തുള്ള ബാർക്ക്. ഓക്കെ, ഫ്രഷ് ബാർക്ക് ഓഫ് ഫ്രൂട്ട് ഇറ്റ് ഇൻക്ലൂഡ് ബാക്ടീഷ്യ, ബെർബറസ് വൾഗാരിസ് ആൻഡ് ഹമാമിലിസ്. ദെൻ ഡ്രൈഡ് ബാർക്ക് ഓഫ് ഫ്രൂട്ട് അതിൽ വന്നതാണ് ഗോസിപ്പിയ. ബാർക്ക് ഓഫ് ഫ്രൂട്ടിൽ വന്ന മെയിൻ മെഡിസിനാണ് റൊബീനിയ. ബാർക്ക് ഓഫ് ഫ്രൂട്ടിൽ വന്നെയാണ് റൊബീനിയ. ആൻഡ് ബാർക്ക് ഓഫ് ട്രീസിൽ വന്നതാണ് അസാഡം ഇൻഡിക്ക, ജോനേഷ്യ അശോക ആൻഡ് ടെർമിനാലിസ് അർജുന. ഫ്രഷ് ബാർക്ക് ഓഫ് ഫ്രൂട്ടിൽ യൂസ് ചെയ്യുന്ന മെഡിസിനാണ് ബാക്ടീഷ്യ, ബെർബറസ് വൾഗാരിസ് ആൻഡ് ഹമാമിലിസ്. ഡ്രൈഡ് ബാർക്ക് ഓഫ് ഫ്രൂട്ടിൽ യൂസ് ചെയ്യുന്നതാണ് ഗോസിപ്പിയ. ബാർക്ക് ഓഫ് ഫ്രൂട്ട് ആൻഡ് സ്റ്റെം യൂസ് ചെയ്യുന്ന മെഡിസിനാണ് റൊബീനിയ. നെക്സ്റ്റ് ബാർക്ക് ഓഫ് ട്രീസിൽ യൂസ് ചെയ്യുന്നത് അസാഡ് ഇൻഡിക്ക, ജോനേഷ്യ അശോക ആൻഡ് ടെർമിനാലിസ് അർജുന. ഇതാണ് ടെർമിനാലിസ് അർജുന. അതിൻ്റെ ബാർക്കിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത്. നീം, അസാഡ് ഇൻഡിക്ക ഓർ നീം. നെക്സ്റ്റ് ഫ്രൂട്ട്സിൽ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് വിത്ത് ബെറി. ഫ്രഷ് ഫ്രൂട്ട്സ് വിത്ത് ബെറി ആണെങ്കിൽ ആഗ്നസ് കാസ്റ്റസ്, ക്രറ്റേഗസ് ആൻഡ് സബാൾ സെറുലേറ്റ്. ഫ്രഷ് ഫ്രൂട്ട്സ് വിത്ത് ബെറി ഇറ്റ് ഇൻക്ലൂഡ് ആഗ്നസ് കാസ്റ്റസ്, ക്രറ്റേഗസ് ആൻഡ് സബാൾ സെറുലേറ്റ്. വിത്ത് ലീവ്സ് ആൻഡ് ബെറീസ്, ലീവ്സും ബെറീസും കൂടെ ചേർത്താണെങ്കിൽ വിസ്കം ആൽബം. ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണെങ്കിൽ എസ്കുലസ് ഗ്ലാബ്ര. പൾപ്പാണെങ്കിൽ കാരിക്ക പപ്പായ. പപ്പായൻ്റെ പൾപ്പ് പാർട്ടാണ്. സോ ഫ്രൂട്ട്സ്, ഫ്രഷ് ഫ്രൂട്ട്സ് വിത്ത് ബെറി ആണെങ്കിൽ ആഗ്നസ് കാസ്റ്റസ് ആൻഡ് ക്രറ്റേഗസ് ആൻഡ് സബാൾ സെറുലേറ്റർ. ഫ്രഷ് ലീവ്സ് വിത്ത് ബെറീസ് ആണെങ്കിൽ വിസ്കം ആൽബം. ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണെങ്കിൽ എസ്കുലസ് ഗ്ലാബ ആൻഡ് പൾപ്പ് ആണെങ്കിൽ കാരിക്ക പപ്പായ ആണ് ആഗ്നസ് കാസ്റ്റസ്. ഫ്രഷ് ഫ്രൂട്ട് വിത്ത് ബെറീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് സബാൾ സെറുലേറ്റ. ഫ്രഷ് ഫ്രൂട്ട്സ് വിത്ത് ബെറി. ദെൻ ജ്യൂസിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട്. ഒന്ന് ജ്യൂസ് പല ഫോമിലും ഉണ്ട്. അപ്പോൾ ഒന്ന് അലോസിൽ പറയുന്നത് ഇൻസിപ്പേറ്റഡ് ജ്യൂസ് ഓഫ് ലീവ്സ്, ആ ലീവ്സിൻ്റെ ജ്യൂസ് നിൽക്കുന്നതാണ് അലോസ്. നെക്സ്റ്റ് പോപ്പി പ്ലാന്റിൻ്റെ ജ്യൂസ് നിൽക്കുന്നത്. നെക്സ്റ്റ് അനാക്കാഡിയം ഓക്സിഡൻ്റ്, ദ ബാർക്ക് ഓയിലി ജ്യൂസ് ഓഫ് ദ ഷെൽ. ദെൻ റെസിൻ നമ്മൾ പറയാം, ഓരോ കാര്യങ്ങളുമായിട്ട് പറയാം. റെസിൻ ഇമ്പോർട്ടൻ്റ് ആണേ. അതിൽ മെയിനായിട്ട് 2 മെഡിസിനേ ഉള്ളൂ. ഒന്ന് ഏബിസ് നൈഗ്ര ഉണ്ട്, ഒന്ന് ഗോയാക്ക ഉണ്ട്. റെസിനിൽ 2 മെഡിസിൻ ഉണ്ട്. ഒന്ന് ഏബിസ് നൈഗ്ര ഉണ്ട്, ഒന്ന് ഗോയാക്ക ഉണ്ട്. ഗം റെസിനിൽ ഒരേ ഒരു മെഡിസിനേ ഉള്ളൂ, അതാണ് അസഫോറ്റിഡ. ബാൽസമം പെറൂവിയം, അത് ഓർമ്മിച്ച് വയ്ക്കാൻ എളുപ്പമാണ്. ബാൽസമം പെറൂവിയം. നെക്സ്റ്റ് ട്യൂബർ പാർട്ടിൽ പറഞ്ഞ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ പൊട്ടറ്റോൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ സോളാനം,
ട്യൂബറോസം ആണ് ട്യൂബർ പാർട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വുഡിൽ നിന്ന് തന്നെ നമ്മൾ 3 ഡിവിഷനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓസ്ട്രിയ വിർജിനിക്ക, ഇറ്റ് ഈസ് നോൺ ആസ് ദ അയൺ വുഡ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇത് വെറൈറ്റി ആയിട്ടുള്ളത് കൊണ്ട് ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിലാകെ 2 മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഒന്ന് സന്റാനം ആൽബം, ചന്ദനം. സന്റാനം ആൽബം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം സാൻഡിൽവുഡ്, ഡ്രൈഡ് സാൻഡിൽവുഡ്. നെക്സ്റ്റ് കോസിയ അമറ, കോസിയ അമറ കോസിയ വുഡ്, അതിൽ നിന്ന് തന്നെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകാൻ പറ്റും. നെക്സ്റ്റ് ഓസ്ട്രിയ വിർജിനിക്കയുടെ വേറെ പേരാണ് അയൺ വുഡ്. നെക്സ്റ്റ് ട്വിഗ്സ്, അതിൻ്റെ ആ ചില്ല പോലെ ഉള്ള പാർട്ടിനെയാണ് ട്വിഗ്സ് എന്ന് പറയുന്നത്. അതിന് ഒരേ ഒരു മെഡിസിനേ ഉള്ളൂ, ഇറ്റ് ഈസ് നോൺ ആസ് ടാക്സസ് ബുഗാറ്റ. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം, ട്വിഗ്സ്, ടാക്സസ് ബുഗാറ്റ. നെക്സ്റ്റ് ബ്ലോസം പാർട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന സിസ്റ്റസ് സ്കോപ്പോറിക്കസ് ആൻഡ് സിറിഞ്ചിയ വൾഗാരിസ്. ഈ 2 പാർട്ടും പ്ലാന്റ് ബ്ലോസം പാർട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്നതാണ്. സിസ്റ്റസ് സ്കോപ്പോറിക്കസ് ആൻഡ് സിറിഞ്ചിയ വൾഗാരിസ്. ഓക്കെ, blossoms are the flowers of the stone fruit trees and some of the other plants with a similar appearance that flower profusely for a period of time. ഇപ്പോൾ ചെടികളിൽ കാണുന്ന ഫ്രൂട്ട്സിൻ്റെ മേലുള്ള ഫ്ലവർ പാർട്ടിന് പറയുന്ന വേറൊരു പേരാണ് ഈ ബ്ലോസംസ് എന്ന് പറയുന്നത്. സോ 2 വെറൈറ്റി ഉണ്ട് ബ്ലോസംസിൽ. ഒന്ന് സിസ്റ്റസ് സ്കോപ്പാരിക്കസും വേറെ ഒന്ന് സിറിഞ്ചിയ വൾഗാരിസും. നെക്സ്റ്റ് സ്റ്റിഗ്മ, നമ്മൾ ആദ്യം പറഞ്ഞ ക്രോക്കസ് സാറ്റിവസ്. സ്പോർട്സിൽ നിന്ന് ഒരേ ഒരു മെഡിസിനേ ഉള്ളൂ, ലൈക്കോപോഡിയത്തിൻ്റെ സ്പോർട്സ് ഒരേ ഒരു മെഡിസിനേ ഉള്ളൂ, ലൈക്കോപോഡിയം. നെക്സ്റ്റ് ബെറീസ് വിത്ത് ഫ്രഷ് ലീഫിൽ തന്നെയാണ് വിസ്കം ആൽബം. സാധാരണ ഹൈപ്പോട്ടൻഷനൊക്കെ കൊടുക്കുന്ന മെഡിസിനാണ് ബെറീസ് വിത്ത് ഫ്രഷ് ലീഫ്. ഇതെല്ലാം കൂടെ ചേർത്തെടുക്കുന്നതാണ് വിസ്കം ആൽബം. നെക്സ്റ്റ് നട്ട്സ് എക്സ്ക്ലൂഡിങ് ദ ഔട്ടർ ഷെല്ലിൽ കവർ ചെയ്ത് ഫസ്റ്റ് എസ്കുലസ് ഹിപ്പോകാസ്ട്രനം, നെക്സ്റ്റ് എസ്കുലസ് ഗ്ലാബ്ര. 2 സോഴ്സ് ഉണ്ട്, എസ്കുലസ് ഹിപ്പോകാസ്ട്രനം ആൻഡ് എസ്കുലസ് ഗ്ലാബ്ര. ദെൻ സീഡ്സ്, ഒരുപാട് സീഡ് ഉണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ അവിന സറ്റേവ, കാർഡസ്, ചാൽമുഗ്ര, കോക്കുലസ് ഇൻഡിക്കസ്, കോഫിയ, നക്സോമിക്ക, സൊറേലിയ ആൻഡ് സബാഡിൽ. ഇതെല്ലാം സീഡ്സിന് എക്സാമ്പിളാണ്. ആണ് സൊറേലിയയുടെ വേറൊരു പേരുണ്ട്, ഓയിൽ ഓഫ് ബൗച്ചി എന്നും പറയും കേട്ടോ. ചാൽമുഗ്ര ഓയിൽ എന്ന് പറയാം, മലയാളത്തിൽ മരോട്ടി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡസ്, ഇതാണ് അവിന സറ്റേവ അല്ലെങ്കിൽ ഓസ്. ഹെർബ്സിൽ തന്നെ മെയിൻലി 2 വെറൈറ്റിയേ ഉള്ളൂ, ഒന്ന് ലെഡോവും ഒന്ന് വെർബാസ്കം തലാപ്പസും. വീഡ്സിൽ തന്നെ ഒരേ ഒരു മെഡിസിനേ ഉള്ളൂ, ഫൈക്കസ് വെസിക്കുലേറ്റസ്. ദെൻ ലൈക്കൺ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ആൽഗെ ഓർ എ സൈനോബാക്ടീരിയ ദാറ്റ് ലിവിങ് സിംബയോട്ടിക്കലി വിത്ത് മൾട്ടിപ്പിൾ ഫംഗൽ സ്പീഷീസ്. ഒരു പ്ലാന്റിനോട് ചേർന്ന് ഈ ലൈക്കൺ എന്ന് പറഞ്ഞ ഓർഗാനിസം ജീവിക്കും. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അതിൽ നിന്ന് എടുത്ത് ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് ഒരു മ്യൂച്വൽ റിലേഷനിൽ ജീവിക്കുന്ന ഒരു ഇതാണ് ലൈക്കൺ. ഒരേ ഒരു ലൈക്കൺ മെഡിസിനേ ഉള്ളൂ, ഒന്ന് സെറേറ്റ ഐസ്ലാൻഡിക്ക ഓർ ഐസ്ലാൻഡ് മോസ്. വേറൊരു മെഡിസിനാണ് യൂസീനിയ ബാർബേറ്റ. നെക്സ്റ്റ് ബെറീസ് യൂസ് ചെയ്യണ ഈ പ്ലാന്റാണ് ഇഗ്നീഷ്യ അമറ. മെയിൻലി ബെറീസിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫംഗസ്. ഫംഗസ് is a member of the group of eukaryotic organism. It include microorganisms such as yeast and mold. സോ 2 മെയിൻ ഫംഗസ് ഉണ്ട്, ഒന്ന് അഗാരിക്കസും ഉണ്ട്, ഒന്ന് ബോവെസ്റ്റിയ ഉണ്ട്. മെയിനായിട്ട് 2 ഫംഗസ് ഉണ്ട്, ഒന്ന് അഗാരിക്കസും ഉണ്ട്, ഒന്ന് ബോവെസ്റ്റിയ ഉണ്ട്. നെക്സ്റ്റ് ആൽഗെ they are a group of large and diverse form of photosynthetic eukaryotic organism. ഓക്കെ, മെയിൻലി ഹോമിയോപ്പതിക് ആൽഗയുടെ സോഴ്സ് എന്ന് പറഞ്ഞാണ് ഉൾവ ലാക്ടുല, ഗ്രീൻ ആൽഗി. ബാൽസത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും എളുപ്പമുള്ള പേര് ബാൽസമ പെറൂവിയ. നെക്സ്റ്റ് ലാറ്റക്സ്. ശ്രദ്ധിക്കണം, യുഫോർബിനം. ലാറ്റക്സ് സോഴ്സ് ആയിട്ടുള്ള ഒരേ മെഡിസിനുള്ളൂ യുഫോർബിനം.
നെക്സ്റ്റ് ഗമ്മിന്ന് അമോണിയം ഗം കുട്ടി. ഗം റെസിനി എന്നുള്ളത് കോപ്പവ ഒഫീഷ്യനാലിസ്. ഗം റെസിൻ കോപ്പവ ഒഫീഷ്യനാലിസ്. ഗം ദെൻ നേരത്തെ പറഞ്ഞ നമ്മളാ അസപ്പോയിറ്റിഡേൻ്റെ പിക്ചറാണ്. ദെൻ 2 types of oils are there, volatile and fixed oil. volatile ഓയിലിൽ പിന്നെ 2 ഇമ്പോർട്ടൻ്റ് ആണ്, ഒലിയം സന്തനൈൽ ആൻഡ് ഒലിയം ഗൾത്തേരിയ. ദെൻ ഫിക്സഡ് ഓയിൽ ഇൻക്ലൂഡ് ഒലിയം ക്രോട്ടൻസ്, ഒലിയം റെസിനിസ്. മെയിൻ ആൽക്കലോയിഡ്സ് വന്നത് അട്രോഫിൻ, മോർഫിൻ അതെല്ലാം. പിന്നെ ഗ്ലൈക്കോസൈഡ്സിൽ എക്സാമ്പിളാണ് ഡിജിറ്റാലിൻ. ഇതാണ് ഗ്ലൈക്കോസൈഡ്സിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ആ ഗ്ലൈക്കോസൈഡ്സ് ഒരു പ്ലാന്റ് കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ കണ്ടൻ്റാണ്. ആ പ്ലാന്റിന് അതിൻ്റേതക്കത്തുള്ള കുറേ ക്വാളിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ ഇതിന് പറ്റുന്നു. നെക്സ്റ്റ് ക്രിപ്റ്റോഗമ എന്ന് പറഞ്ഞ ഫാമിലിയാണ്. അതിൽ ഫസ്റ്റ് വന്നതാണ് താലോഫൈറ്റ് ഫാമിലി, അതിൽ വന്നതാണ് ആൽഗി, ഫൈക്കസ് വെസിക്കുലോസിസ്. ദെൻ ഫംഗസിൽ വന്ന കുറേ മെഡിസിൻസ് ഉണ്ട്, അഗാരിക്കസ്, ബോവിസ്റ്റ, സെക്കിൽ കോർ, യുസ്റ്റിലാഗോ, ലൈക്കൻ, സ്റ്റിറ്റാപൾമോളൈറ്റ്. ദെൻ ബ്രയോഫൈറ്റ ഫാമിലിയിൽ വന്നതാണ് പോളിട്രൈക്കം ജൂനിപ്പർ. ടെറഡോഫൈറ്റയിൽ വന്നതാണ് ലൈക്കോപോഡിമലി, സ്പോർട്സ് യൂസ് ചെയ്തും. നെക്സ്റ്റ് ഇക്വിസിറ്റ്. ആൽഗെ, ആൽഗെ ഫ്യൂക്കസ് വെസിക്കുലോസിസ് എന്ന് പറഞ്ഞ ആൽഗയാണ്. സോ ഈ സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മിച്ചിരിക്കാനും അതുപോലെ തന്നെ കേട്ടിരിക്കാനും വളരെ ബോറടിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ നമുക്കത് പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബാർക്കോട്ട് തുടങ്ങാം. ഔട്ടർ ബാർക്ക്, പിന്നെ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഔട്ടർ ബാർക്കും ഉണ്ട്, ഇന്നർ ബാർക്കും ഉണ്ട്. അപ്പോൾ ഔട്ടർ ബാർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിനാണ് ഏബിസ് കനാഡൻസിസ്, സാലിക്സ് നൈഗ്ര ആൻഡ് വിബ്രിനം ഓപ്പുലസ്. ഡ്രൈഡ് ഔട്ടർ ബാർക്കിൽ നിന്ന് എടുക്കുന്നതാണ് സിൻചോണ, മെഷറിനം ആൻഡ് കോൺട്രാഗോ. ഇന്നർ ബാർക്കിൽ നിന്ന് എടുക്കുന്നതാണ് സിനമോണം, ഫ്രാക്സിനസ് അമേരിക്കാന ആൻഡ് പ്രൂനിസ് വെർജിനിക്ക. നെക്സ്റ്റ് ഫ്രഷ് ബാർക്ക് ഓഫ് ദ റൂട്ട് ആണെങ്കിൽ ബാപ്റ്റീഷ്യ ചിഞ്ചോറ, ബെർബറിസ് വൾഗാരിസ് ആൻഡ് ഹമാമിലിസ്. ഡ്രൈഡ് ബാർക്കിലാണെങ്കിൽ ഗോസിപ്പിയം. ബാർക്ക് ഓഫ് ദ റൂട്ട് ആൻഡ് സ്റ്റെമ്മിലാണെങ്കിൽ റോബീനിയ. ബാർക്ക് ഓഫ് ട്രീസിൽ നിന്നാണെങ്കിൽ അസാഡിൻഡിക്ക, ജോനീഷ്യ അശോക ആൻഡ് ടെർമിനാലിസ് അർജുന. ഇത് ടെർമിനാലിസ് അർജുന, ഇത് നീം അസാഡിൻഡിക്ക. ദെൻ ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സ് വിത്ത് ബെറീസ് ഇറ്റ് ഇൻക്ലൂഡ് ആക്നസ് കാസ്റ്റസ്, ക്രെറ്റേഗസ് ആൻഡ് സബാർ സെറുലേറ്റ്. ഫ്രഷ് ലീവ്സ് ആൻഡ് ബെറീസ് ആണെങ്കിൽ വിസ്കം, ആൽബം. ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണെങ്കിൽ എസ്കുലസ് ക്ലാവ. പൾപ്പാണെങ്കിൽ കാരിക്ക, പപ്പായ. ആഗ്നസ് കാസ്റ്റസ് ഓൾ പ്ലാന്റ് വിത്ത് ബെറി, ഫ്രൂട്ട്സ് വിത്ത് ബെറി. സബാർ സെറുലേറ്റ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വിത്ത് ബെറി. ദെൻ ജ്യൂസ് മെയിൻലി അലോസോക്കോട്രീന ജ്യൂസിൽ നിന്നാണ്, അലോസിൻ്റെ ലീവ്സിൽ നിന്നാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ഒപ്പിയം, ജ്യൂസ് ഓഫ് പോപ്പി പ്ലാന്റ്. നെക്സ്റ്റ് അനാക്കാഡിയം നട്ട്ഷെല്ലിൻ ഷെൽ ജ്യൂസിൽ നിന്നാണ് എടുക്കുന്നത്. നെക്സ്റ്റ് റെസിനിൽ നിന്ന് പറയണം, മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് 2 മെഡിസിൻ ഉണ്ട്. ഒന്ന് ഏബിസ് നൈഗ്ര ഉണ്ട്, ഒന്ന് ഗോയാക്കോ. ഗം റെസിനിൽ നിന്ന് യൂസ് ചെയ്യുന്ന മെഡിസിനാണ് അസബോയിറ്റിഡ. ബാൽസം പാർട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ ബാൽസം പെറുവിയ. ട്യൂബർ പാർട്ടിന് യൂസ് ചെയ്യുന്ന ഒരേ ഒരു മെഡിസിൻ ഉണ്ട്, സൊളാനം, ട്യൂബറോസമോർ, റോട്ടൻ പൊട്ടറ്റോ. വുഡ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും എളുപ്പമുള്ളത് സാൻഡലം ആൽബോൾ സാൻഡൽവുഡ്. ദെൻ ഓസ്ട്രിയ വിർജിനിക്ക ഓർ അയൺവുഡ് ആൻഡ് കോസിയ അമറ ഓർ കോസി വുഡ്. ട്വിക്സിൽ നിന്ന് എടുക്കുന്ന ഒരേ ഒരു മെഡിസിനേ ഉള്ളൂ, ഇസ് നോൺ ആസ് ടാക്സസ് ബഗേറ്റ്. ബ്ലോസം പാർട്ടിൽ നിന്ന് സിസ്റ്റസ് കോർപ്പോറസ് ആൻഡ് സിറിഞ്ചിയ വൾഗാരിസ്. ബ്ലോസം പാർട്ടിൽ നിന്ന് എടുക്കുന്നതാണ് സിസ്റ്റസ് കോർപ്പോറിക്കസ് ആൻഡ് സിറിഞ്ചിയ വൾഗാരിസ്. സ്റ്റിഗ്മയിൽ നിന്ന് ക്രോക്കസ് സറ്റേവസ്. സ്പോർട്സിൽ നിന്ന് ഒരേ ഒരു മെഡിസിൻ ലൈക്കോപോഡിയം. ബെറീസ് വിത്ത് ഫ്രഷ് ലീഫ് നമ്മൾ നേരത്തെ പറഞ്ഞ വിസ്കം, ആൽബം. നട്ട്സ് എക്സ്ക്ലൂഡിംഗ് ദ ഔട്ടർ ഷെൽ, എസ്കുലസ് ഹിപ്പോക്രാസ്റ്റനും ആൻഡ് എസ്കുലസ് ഗ്ലാബ്ര. ദെൻ സീഡ്സ്, ഒരുപാട് സീഡ് നമുക്കുണ്ട്. അവന സറ്റീവ, കാഡസ്, ഷാൽമോഗ്ര, കോക്കുലസ് ഇൻഡിക്കസ്, കോഫിയ ക്രൂഡ, നക്സോമിക്ക, സൊറേലിയ ആൻഡ് സബാഡില. സൊറേലിയ ആണ്. ഷാൽമോഗ്ര അല്ലെങ്കിൽ മലോട്ടി. ദെൻ കാർഡസ്,
അവിനാഷ് സത്യവ. ഹെർബ്സ് മെയിൻലി 2 തരത്തിലാണ്. ഒന്ന് ലെഡോ ഉണ്ട്, ഒന്ന് ബർബാസ്കോ ഉണ്ട്. ദെൻ വീഡ്സിൽ ഒരേ ഒരു ഫോമേ ഉള്ളൂ, ഫ്യൂക്കസ് വെസിക്കുലേറ്റസ്. ലൈക്കൺ ഒരു ആൽഗ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ആയിട്ട് ഒരു സിംബയോസിസിൽ ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ്. അതിനൊരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് വഴിയാണ് ജീവിക്കുന്നത്. 2 ഫോമിലുണ്ട്. ഒന്ന് സിലിറേറ്റ ഐസ്ലാൻഡിക്ക ഓർ ഐസ്ലാൻഡ് മോസ്. നെക്സ്റ്റ് യൂസീനിയ ബാർബേറ്റ. ഇത് വെറൈറ്റി പേരുള്ള 2 ഇതിനൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെച്ചോണം, ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ലൈക്കൻ, സിറേറ്റ ഐസ്ലാൻഡിക്ക ഓർ ഐസ്ലാൻഡ് മോസ് ആൻഡ് യൂസീനിയ ബാർബേറ്റ. നെക്സ്റ്റ് ബെറീസിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇഗ്നീഷ്യ ഉണ്ട്. നെക്സ്റ്റ് ഫംഗസിലുള്ള മെഡിസിൻ പറയുന്നത് അഗാരിക്കസ് ഉണ്ട്, ബോവിസ്റ്റ ഉണ്ട്. ഫംഗസ് എന്ന് പറഞ്ഞാൽ അഗാരിക്കസ് ഉണ്ട്, ബോവിസ്റ്റ ഉണ്ട്. നെക്സ്റ്റ് ആൽഗയിൽ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണ്. അത് മെയിനായിട്ട് 2 തരത്തിലാണ് ഉള്ളത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സാണ് ഉൾവ ലാക്ടുലേറ്റ ഓർ ഗ്രീൻ ആൽഗി. ഉൾവ ലാക്ടുലേറ്റ ഓർ ഗ്രീൻ ആൽഗി. ദെൻ ബാൽസമൻ്റെ പേരിൽ തന്നെ ബാൽസമം പെറൂവിയമാണ്. നെക്സ്റ്റ് ലാറ്റക്സിന് ഒരേ ഒരു മെഡിസിനേ ഉള്ളൂ, യൂഫോർബിനം. ഗമ്മി എന്നൊരു മെഡിസിൻ ഉണ്ട്, അമോണിയം ഗം റെസിനി എന്നുള്ള മെഡിസിനാണ് കോപ്പൈവ ഒഫീഷ്യനാലിസ്. ഇത് ഗം റെസിനി എന്നുള്ള മെഡിസിൻ. നെക്സ്റ്റ് ഓയിൽ 2 തരത്തിലുണ്ട്, വോളറ്റൈലും ഉണ്ട്, ഫിക്സഡും ഉണ്ട്. വോളറ്റൈൽ ഓയിലിന് എക്സാമ്പിളാണ് ഒളിയം സാൻഡനൈൽ ആൻഡ് ഒളിയം ഗൾത്തീരിയം. ഫിക്സഡ് ഓയിൽ ഒളിയം ക്രോട്ടിൻസ്, ഒളിയം റെസിൻസ്, മെയിനായിട്ടുള്ള എല്ലാ ആൽക്കലോയിഡ്സ് മോർഫിനും നിക്കോട്ടിനും ഒക്കെയാണ്. ഗ്ലൈക്കോസൈഡ്സിൻ്റെ എക്സാമ്പിൾ ഡിജിറ്റാലിൻ എന്ന് വെച്ചാൽ ഡിജിറ്റാലിസിൻ്റെ ഇതെന്ന് എടുക്കണേ. പിന്നെ ഡിജിറ്റോക്സിനും ഒക്കെ ഇതിൻ്റെ അകത്ത് തന്നെ കോമ്പൗണ്ട്സ് ആണ്. അത് ഗ്ലൈക്കോസൈഡ്സ് അല്ല, ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കോമ്പൗണ്ടാണ്. Glycoside is a wide variety of naturally occurring substance in which a carbohydrate protein consisting of one or more sugar or uronic acid is combined with a hydroxyl group. അതിൻ്റെ അപ്പിയറൻസ് പറഞ്ഞതാണ്, ഇതാണ് അതിൻ്റെ ടിപ്പിക്കൽ അപ്പിയറൻസ്. പക്ഷേ ക്രിപ്റ്റോഗാമ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് താലോഫൈറ്റ്, അതിൽ ആൽഗെ ഗ്രൂപ്പിൽ വന്നതാണ് ഫ്യൂക്കസ് വെസിക്കുലോസിസ്. ഫംഗി ഗ്രൂപ്പിൽ വന്നത് അഗാരിക്കസ്, ബോവിസ്റ്റ, സെക്കിയൽകോറ്, യുസ്റ്റിലാഗോ, ലൈക്കൻ. ബ്രയോഫൈറ്റിൽ വന്നതാണ് പോളിട്രൈക്കം ജൂനിപ്പർ. ടെറഡോഫൈറ്റിൽ വന്നതാണ് ലൈക്കോപോഡിയം ഇക്യുസിറ്റ്. താലോഫൈറ്റിൽ വന്നതാണ് ആൽഗെ. സോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ.